ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു കാര്യം ഷെയർ ചെയ്യാൻ. കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ആസ്പിറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു റുട്ടീൻ പറഞ്ഞുതരാമോ ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു റുട്ടീൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റുട്ടീൻ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ വർക്ക് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, അല്ലാതെ വർക്ക് ഒന്നും ചെയ്യാതെ ഡെയിലി ഫുൾ ടൈം പഠിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഓക്കെ ആവുന്ന രീതിയിലുള്ള ഒരു റുട്ടീൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ റുട്ടീൻ പറഞ്ഞു തരുമ്പോൾ ഞാനൊരു ആസ്പിറന്റ് ആണെങ്കിൽ എങ്ങനെ പഠിക്കുക എന്നുള്ള രീതിയിലായിരിക്കും റുട്ടീൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 2 സ്ലോട്ട് റുട്ടീനാണ് പറഞ്ഞു തന്നത്. അതൊരു ടേബിൾ വരച്ചാൽ അതിൽ 2 സ്ലോട്ടുകളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുക. ഒന്ന് രാവിലെയും ഒന്ന് ഈവനിങ് ടൈമും. അതേസമയം നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത ഒരു സ്റ്റുഡൻറ്റ്, ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ ഫുൾ ടൈം ഉണ്ട്, ഫ്രീ ആണ്, പഠിക്കാൻ റെഡിയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ 4 സ്ലോട്ടായിട്ട് തിരിക്കാം. അതായത് രാവിലെ 2 സ്ലോട്ടും ഉച്ചയ്ക്ക് ശേഷം 2 സ്ലോട്ടും. ഈ റുട്ടീൻ പറയാം. ഞാനാണ് ആസ്പിറന്റ് എങ്കിൽ ഞാൻ വർക്കിംഗ് അല്ല, നോർമലി പഠിക്കുന്ന ഒരാളാണ്. ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഉടനെ ഞാൻ ഫോണിൽ തപ്പാൻ പോകത്തില്ല ഒന്നും. ഞാനൊരു ചെറിയ അലാം ക്ലോക്ക് വാങ്ങി വെക്കും. എന്നിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫോൺ ദൂരെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അലാം അടിക്കുന്നു. കറക്റ്റ് 6 മണിക്ക് അലാം കേൾക്കുന്നു, ഓഫ് ചെയ്യുന്നു, ബെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. നിങ്ങൾ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും എന്താ പറയുക, മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഫർമേഷൻസ് പറയുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യാം. ബെഡിൽ നിന്ന് എണീക്കുക. ഞാൻ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ഇരുട്ട് നിറഞ്ഞ മുറിയിലായിരിക്കും മിക്കവാറും കിടന്നുറങ്ങുന്നത്. സോ ഐ യൂഷ്വലി ഗോ ഔട്ട്, അതായത് ജനാലയുടെ അടുത്തേക്കോ ബാൽക്കണിയിലേക്കോ മുറ്റത്തേക്കോ ഒക്കെ ഇറങ്ങി അല്പനേരം, കുറച്ച് നേരം സൺലൈറ്റ്, നമുക്ക് സൂര്യരശ്മി കൊള്ളണം, ഇല്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാന്ന്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ സൂര്യനെയൊക്കെ കണ്ട് ഒരു ഗ്ലാസ് വെള്ളം, ചൂട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവും. അപ്പോഴേക്കും നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഉണർന്ന്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് ഉണർന്ന് നമ്മുടെ ഡേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവും. അതിനുശേഷം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ചെയറുണ്ട്. ആ ചെയറിൻ്റെ അടുത്തൊരു ടേബിളിൽ ഞാൻ എപ്പോഴും ഒരു ബുക്ക് വെച്ചേക്കും. അതിൽ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതും. അന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രോപ്പറായിട്ട് നമ്പർ ഇട്ട് എഴുതി വെക്കും. അതിനുശേഷം നമ്മുടെ ദിനചര്യകൾ, ബ്രഷിങ്, ബാത്തിങ്, എവറിത്തിങ്. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നെങ്കിൽ അതും അതിൽ ഉൾപ്പെടുത്താം. അതിനുശേഷം നിങ്ങൾ കുളിച്ച് വന്നിട്ട് ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്ലോട്ട് സ്റ്റാർട്ട് ആവാണ്. ഫസ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങളൊരു 8-നോ 9-നോ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതൊരു 12 o'clock വരെ ഫസ്റ്റ് സ്ലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ സ്ലോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇത് സ്ലോട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കാനോട് 4 സ്ലോട്ട് പറഞ്ഞല്ലേ മിസ്സേ, അപ്പം ഇതിപ്പം 9 മുതൽ 12 വരെയുള്ള സ്ലോട്ടല്ലേന്ന്. അതിന് മുന്നത്തെ ഒരു സ്ലോട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് നിങ്ങൾ അത്യാവശ്യം നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെ ഒരു 4 മുതൽ 6 വരെയോ അല്ലെങ്കിൽ 6 to 8 വരെയോ ഒക്കെയുള്ള ഒരു സ്ലോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. ഇത് ഞാൻ പറയാൻ റീസൺ, ചില കുട്ടികൾ രാവിലെ അങ്ങനെ എഴുന്നേറ്റ് പഠിക്കുന്നവരായിരിക്കില്ല, രാവിലെ നന്നായി ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ സ്ലോട്ട് എടുത്ത് പറയാത്തത്. പക്ഷേ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ രാവിലത്തെ ആ ഒരു സ്ലോട്ട് ഉപയോഗിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. ഇനി 9 to 12 നിങ്ങൾ പഠിക്കാതിരിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് നമുക്ക് ബാങ്ക് എക്സാമിന് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ്, കോണ്ട്, റീസണിങ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനും നല്ല പ്രാധാന്യമുണ്ട്. മെയിൻസ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും, ഞാൻ എപ്പോഴും പറയുന്നത് ന്യൂസ് പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ എഡിറ്റോറിയൽ വേർഡ്സുകൾ നമുക്ക് നോക്കാം, അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് അതിൽ കവർ ചെയ്യാം, കുറച്ച് വേർഡ്സും ഇഡിയംസ് ഒക്കെ പഠിക്കാം. അതിന് ആദ്യത്തെ ഒരു 1 hour നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും നിങ്ങളുടെ കയ്യിൽ കുറച്ച് സമയം ബാക്കിയുണ്ട്. അതിൽ നിങ്ങൾ ഒന്നെങ്കിൽ കോണ്ട് എടുക്കുക, അല്ലെങ്കിൽ റീസണിങ് എടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്ത് അതിൻ്റെ ക്ലാസ് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയോ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത നോട്ട് ഒന്ന് റിവിഷൻ ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരു മോക്ക് എടുക്കുകയോ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഉച്ചസമയം നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോയി കിടക്കാതെ ഒന്ന് കുറച്ചു നേരം നടന്നതിന് ശേഷം വേണമെങ്കിൽ ഒരു 20 മിനിറ്റ് നാപ്പ് എടുക്കുക. ഒരിക്കലും ഞാൻ 2 hours സ്ലീപ്പിൽ പറയത്തില്ല. 20 minute പവർ നാപ്പ് വളരെ നല്ലതാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും അടുത്ത സ്ലോട്ട് 3 to 4 അല്ലെങ്കിൽ 5 വരെയാണ് നിങ്ങൾ അടുത്ത സ്ലോട്ട് പോകുന്നത്. ഈ സ്ലോട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ ഓൾറെഡി പഠിച്ചു വെച്ചൊരു സബ്ജക്റ്റ് ഉണ്ടാവല്ലോ, ആ സബ്ജക്റ്റിന് ശേഷം നിങ്ങൾ പഠിക്കാതെ വെച്ച് നിങ്ങൾ അടുത്ത 2 സബ്ജക്ട്സ് എടുക്കാം. എസ്പെഷ്യലി ഉച്ചയ്ക്ക് ശേഷം ഈ കോണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് കാൽക്കുലേഷൻസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിൽ റീസണിങ്ങിൻ്റെ കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്യാം. അതൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ടോപ്പിക്കുകളെ തിരിക്കാൻ പറ്റണം. നിങ്ങളുടെ സ്ട്രോങ്ങർ ടോപ്പിക് ആൻഡ് നിങ്ങളുടെ വീക്കർ ടോപ്പിക്സ്. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് തരം തിരിച്ച് പഠിക്കുക. ഇനി അത് കഴിഞ്ഞു 5 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കുക, അതിനോട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക. വീണ്ടും 1/2 hour നിങ്ങൾ നടക്കുക, അച്ഛനോടും അമ്മയോട് സംസാരിക്കുക, ഫ്രണ്ട്സിനോടൊന്ന് മീറ്റ് ചെയ്യുക, ഒരു ഫോൺ കോൾ ചെയ്യുക, എനിത്തിങ് യു ലൈക്ക്. ദെൻ 6 to 8 അടുത്ത സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. 6 to 8 നിങ്ങൾ വീണ്ടും അടുത്ത സ്ലോട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമുക്ക് 3 ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. നിങ്ങൾ രാവിലെ ഇപ്പം ഒരു സബ്ജക്റ്റും അതിൻ്റെ കൂടെ നമ്മൾ കറണ്ട് അഫയേഴ്സും ഒന്ന് നോക്കി കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മൾ കോണ്ടോ റീസണിങ്ങും നോക്കിയിട്ടുണ്ട്. 3ാമത്തെ സ്ലോട്ടിലും അതുപോലെ നിങ്ങൾ ഏതാണോ എടുക്കാത്ത സബ്ജക്റ്റ് അത് നോക്കി. അപ്പോൾ ആ സബ്ജക്റ്റിലൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവസാനത്തെ, അതായത് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേയുള്ള ഒരു ചെറിയ സ്ലോട്ടൂടെ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? റിവിഷൻ. അന്നത്തെ ദിവസം പഠിച്ചതെല്ലാം റിവിഷൻ ചെയ്യാനും ഒരു ചെറിയ മോക്ക് എടുക്കാനും.
ആൻഡ് മോക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മോക്ക് അനാലിസിസ് ഉറപ്പായിട്ടും ചെയ്യണം. അതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. ആൻഡ് ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അന്ന് രാവിലെ എഴുതി വെച്ച ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ്ലി നോക്കുക, നിങ്ങൾക്ക് പറഞ്ഞതും നിങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പ്രൊഡക്റ്റീവ് ആയി എന്നറിയാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും. ആൻഡ് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ടൈമിനിടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നടക്കും. സാറ്റർഡേ സൺഡേ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ ചെറിയ ഒരു ഗ്യാപ്പ് എടുത്തോ പുറത്ത് പോകാനും ചില്ല് ചെയ്യാനും ഒക്കെ. ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റെന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ കാര്യമോ വരികയാണെങ്കിൽ ഒരിക്കലും ഞാനത് സ്കിപ്പ് ചെയ്യാൻ പറയില്ല. പക്ഷേ സ്കിപ്പ് ചെയ്യുന്ന ടൈം എത്രയാണോ ആ ടൈം നിങ്ങൾ അതുപോലെ തന്നെ പഠിത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ 1 മണിക്കൂറാണ് ഒരു കാര്യത്തിന് വേണ്ടി പേഴ്സണലി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ അതുപോലെ 1 മണിക്കൂർ എന്ത് ചെയ്യണം, നിങ്ങളെ പഠിത്തത്തിൽ സ്പെൻഡ് ചെയ്യണം. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. കാരണം നാളെ ഒരിക്കൽ അയ്യോ ഞാൻ പഠിത്തം മാത്രമേ ചെയ്തോളൂ, എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ്സായി എന്നൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ഫുൾ എൻ്റെ കാര്യങ്ങൾക്കായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. രണ്ടും ഒരുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലിയും സന്തോഷം ഉണ്ടാവും, നമുക്ക് പഠിത്തത്തിലും ഉറപ്പായിട്ട് മുന്നോട്ടെത്താൻ പറ്റും. ഇനി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് 2 സ്ലോട്ടാണ് ഞാൻ പറഞ്ഞത്. രാവിലത്തെ സ്ലോട്ട്, മോർണിംഗ് നിങ്ങൾ എണീക്കുന്നത് കുറച്ച് അധികം നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക. ഒരു 4:30-ക്കോ 4 മണിക്കോ എണീറ്റ് കഴിഞ്ഞാൽ 4 to 7 വരെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു സ്ലോട്ട് കിട്ടും. ആ സ്ലോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 സബ്ജക്റ്റ് കവർ ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ തിരിച്ച് വീടെത്തിയതിനു ശേഷം ഒരു 7 to 10 ആയിട്ടുള്ള സ്ലോട്ടൂടെ നിങ്ങൾ വീണ്ടും വന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 2 സ്ലോട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ബെറ്റർ ആയിരിക്കും. എക്സാം വരാൻ പോകുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നല്ല ആഹാരം കഴിക്കുക, നന്നായി ഉറങ്ങുക, ഒരുപാട് വെള്ളം കുടിക്കുക. ഇതൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇതിനൊക്കെ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ, ജിം, അങ്ങനെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. ഔട്ട്ഡോർ ഗെയിമുകൾ, ഒന്ന് ഷട്ടിൽ കളിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്താ ബാഡ്മിൻ്റൺ, എനിത്തിങ് യു ലൈക്ക്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗെയിംസ് കളിക്കുക. പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വെള്ളം കുടിച്ച് നല്ല ആഹാരം കഴിച്ച് നന്നായി ഉറങ്ങി ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു മെൻ്റലി സ്ട്രോങ് ആയിരുന്നു എഴുതി കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയും ക്രാക്ക് ചെയ്യാം. ബാങ്ക് എക്സാം അതുപോലെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടുകളും മറ്റു കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.